ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 23-24 തിരുവചനങ്ങൾ. ഏതാണ് എളുപ്പം, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ? ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് കിടക്കയുമെടുത്ത് വീട്ടിലേക്ക് പോവുക. പരിശുദ്ധ തൃത്വ ദൈവത്തിന് സ്തുതി. യേശു ഇന്ന് നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കാം, ഏതാണ് എനിക്ക് എളുപ്പം, നിന്നോട് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ അതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ? നമുക്കറിയാം, രണ്ടും ഒരു സാധാരണക്കാരന് സാധ്യമല്ലാത്ത കാര്യങ്ങളാണ് എന്നുള്ളത്. യഹൂദന്മാരുടെ ഇടയിൽ എല്ലാ അസുഖങ്ങളും പാപം മൂലം ഉണ്ടാകുന്നതാണ് എന്ന ചിന്ത നിലനിന്നിരുന്ന ഒരു കാലം. മിക്കവാറും ഈ തളർവാദ രോഗി ഒരു പാപി ആയിരുന്നിരിക്കണം. തൻ്റെ പാപങ്ങളാണ് തന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചതെന്നും അയാൾ വിശ്വസിച്ചിരുന്നിരിക്കാം. അത് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം യേശു ആദ്യം പാപം മോചിച്ചത്. പാപം മോചിച്ചില്ലെങ്കിൽ താൻ സുഖപ്പെട്ടു എന്ന ചിന്ത തളർവാദ രോഗിയുടെ മനസ്സിൽ വരില്ല. ഇവിടെയാണ് മനസ്സിനെ ചികിത്സിച്ച് മനസ്സിൻ്റെ ഭാരത്തെ, പാപബോധത്തെ ഇല്ലാതാക്കുന്ന യേശുവിനെ നാം കാണേണ്ടതും മനസ്സിലാക്കേണ്ടതും. ആധുനിക ചികിത്സാ ശാസ്ത്രം അംഗീകരിക്കുന്ന വസ്തുതകളിൽ ഒന്ന്, ശരീരത്തിൻ്റെ അവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ മനസ്സൊരു പ്രധാന ഘടകമാണ് എന്ന ചിന്ത. മനസ്സിൻ്റെ ആരോഗ്യം മോശമാണെങ്കിൽ ശരീരത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുകയില്ല എന്നറിയുന്ന ആധുനിക ഡോക്ടർമാർ. രോഗിയുടെ മനോവികാരങ്ങൾ ആ ഡോക്ടർ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ ആ ചികിത്സ ഫലപ്രദമാകാതെ പോകുന്നു എന്ന് മനസ്സിലാക്കുന്ന ആധുനിക രോഗശാസ്ത്രം. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു പ്രാവർത്തികമാക്കുന്ന മനഃശാസ്ത്രപരമായ ഒരു ചികിത്സ. പാപങ്ങൾ ക്ഷമിക്കുവാൻ അധികാരമുള്ള ദൈവം, ഗുരുതര രോഗങ്ങളിൽ നിന്നും അത്ഭുതപൂർവമായ രോഗസൗഖ്യം തരുവാൻ അധികാരമുള്ള ദൈവം. ഈ രണ്ട് അധികാരങ്ങളും ഭൂമിയിലേക്ക് അവതരിച്ച മനുഷ്യപുത്രനിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്നു എന്ന ആ സത്യം ഉൾക്കൊണ്ട്, ആ യാഥാർത്ഥ്യം നാം ഓരോരുത്തരും തിരിച്ചറിയുവാനായി യേശു നാം ഓരോരുത്തരോടും ഇന്ന് പറയുകയാണ്, നീ നിന്റെ കിടക്കയെടുത്ത് വീട്ടിലേക്ക് പോകുക, നിന്റെ പാപവും നിന്റെ രോഗവും സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന്. നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും പാപത്തിൻ്റെ വീഴ്ചയിൽ നമ്മുടെ മനസ്സ് നാം അറിയാതെ കിടപ്പിലായി പോയിട്ടുണ്ടോ എന്ന് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിഷാദ രോഗത്താൽ വലയുന്ന മനസ്സുമായാണോ ഞാൻ ജീവിക്കുന്നത്? ഡിപ്രഷൻ്റെ നാമ്പുകൾ എന്നിൽ മുളയിടുന്നുണ്ടോ? ഒന്നിലും സന്തോഷം കണ്ടെത്താൻ സാധിക്കാതെ, ഒന്നിലും താല്പര്യമില്ലാതെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? എൻ്റെ മനസ്സ് തളർന്ന്, എൻ്റെ ആത്മാവ് തളർവാദ രോഗിയെപ്പോലെ പ്രതീക്ഷ നഷ്ടപ്പെട്ട് ആശയറ്റിയിരിക്കുന്ന ഒരവസ്ഥയിലാണോ? തളർവാദം പിടിച്ച ഒരു മനസ്സും ആത്മാവുമായാണോ ഞാൻ ജീവിക്കുന്നത്? എങ്കിൽ എൻ്റെ ആത്മാവിനെ തളർവാദ രോഗത്തിൻ്റെ കിടപ്പിൽ നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ ശക്തിയുള്ള യേശുവിൻ്റെ മുൻപിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ്, പാപമോചനത്തിലൂടെ ചലനശേഷിയില്ലാത്ത എൻ്റെ മനസ്സിനെ ചലിപ്പിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളാൽ നിറയുന്ന ഒരു ചലനമുള്ള മനസ്സും ആത്മാവും ശരീരവുമായി ജീവിക്കുവാൻ, നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സന്തോഷം, നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സമാധാനം, നമ്മിൽ നിന്നും ഇല്ലാതായിപ്പോയ സ്നേഹം, അതെല്ലാം ധാരാളമായി തിരിച്ചു ലഭിക്കുന്ന, സമാധാനം നിറഞ്ഞു തുളുമ്പുന്ന, സ്നേഹം ധാരാളമായി കവിഞ്ഞൊഴുകുന്ന, നഷ്ടപ്പെട്ടു പോയ സന്തോഷം തിരിച്ചു ലഭിക്കുന്ന ഒരു മനസ്സിനുടമയായി ദൈവമേ നിനക്ക് നന്ദി കരയേറ്റുവാനും
നിനക്ക് സ്തുതികളും ആരാധനകളും സമർപ്പിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും നീ യോഗ്യരാക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.